തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ക്ലൈമാക്സ് മൂവ്മെന്റുകൾ നമ്മൾ വന്നിട്ടേ ഈ ഒരു കറക്ഷൻ തീരുള്ളൂ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ക്ലൈമാക്സ് ആണോ എന്നുള്ളതാണ്. ഞാൻ കണ്ട സുനിലിന് പുതിയ പേരിട്ട് ബെയറിഷ്മത്ത്. അതെ, ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ബീറിഷ്നെസ് മാത്രം പറയുന്നതുകൊണ്ട് ആൾക്കാർ എന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങി തോന്നണേ. ഞാൻ ഇപ്പോഴും പറയുന്നു കറക്ഷൻ ഈസ് നോട്ട് ഓവർ. ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. പോർട്ട്ഫോളിയോ റെഡ് ആവുന്നു, 50%, 60% ലോസ് വരുന്നു. നമ്മുടെ ക്യാപിറ്റലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പോർട്ട്ഫോളിയോ നോക്കരുതെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡിൽ നമ്മളെപ്പോഴും ഇതിനെ കുറിച്ച് തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താ ചെയ്യേണ്ട സുനിൽ? അതാണ് നമുക്ക് ഇവരോട് പറയാനുള്ളത്. 1.86% സിംഗിൾ ഡേ കറക്ഷൻ എന്ത് തോന്നുന്നു? ഇരുന്ന് ചിരിക്കണോ? എന്റെയൊക്കെ നെഞ്ചിൽ തീയാണ്. ഉറപ്പായിട്ട് ഞാൻ ചിരിക്കും. ഇറ്റ്സ് വെരി എന്താ പറയുക, നമ്മൾ കറക്ഷൻ വരുമെന്ന് എക്സ്പെക്ട് ചെയ്തെങ്കിലും എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇത് ഇവിടെ നിൽക്കുന്നില്ല എന്ന് തോന്നല്ലേ. 21,000 ആണോ അല്ലെങ്കിൽ 19,000? റിക്കവറി എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് നിഫ്റ്റീനെ മാത്രം നോക്കിയിട്ടല്ല ഇന്നത്തെ കറക്ഷൻ സംസാരിക്കേണ്ടത്. കാരണം ഇന്നത്തെ കറക്ഷന് വരാനുള്ള പ്രധാനപ്പെട്ട റീസൺസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. പ്ലസ് നിഫ്റ്റിയിൽ പുതിയ 2 സ്റ്റോക്കുകളാണ് വന്നത്, പഴയ 2 സ്റ്റോക്കുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ചേഞ്ചസ് നമ്മൾ വളരെ പ്രധാനമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. പ്ലസ് ബാങ്ക് നിഫ്റ്റി നല്ല കട്ടയ്ക്ക് പിടിച്ച് നിന്നു. പ്ലസ് നമ്മുടെ HDFC ബാങ്കൊക്കെ ഇന്ന് പോസിറ്റീവ് കൂടിയാണ് എന്നുള്ളത്. അപ്പോൾ ബാങ്കിങ് സെക്ടറിൽ ശരിക്കും RBIയുടെ ഭാഗത്തു നിന്ന് ഒരു മണി ഇഞ്ചക്ഷൻ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2nd ടൈമോ 3rd ടൈമോ എന്താണ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടർ ഇന്ന് പിടിച്ചു നിന്നു. എന്നാൽ ഇത്രയും വലിയൊരു കറക്ഷൻ പെട്ടെന്ന് വരാൻ നമ്മളിത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ക്ലൈമാക്സ് മൂവ്മെൻറ്റുകൾ നമ്മൾ വന്നിട്ടേ ഈ ഒരു കറക്ഷൻ തീരുള്ളൂ എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ക്ലൈമാക്സ് ആണോ എന്നുള്ളതാണ്. എനിക്കിത് ക്ലൈമാക്സ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഫർദർ ഡൗൺ സൈഡ് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ വന്നേക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ 22,000 നല്ല ഒരു സപ്പോർട്ട് റേഞ്ച് തന്നെയാണ്. 21,800 മാർച്ച് 20 ഇതാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫിഗേഴ്സ്. ഓക്കെ, അതിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഞാൻ വിചാരിച്ച് 23,000 ബ്രേക്ക് ചെയ്തു, 22,500 എത്തി. കാരണം സാധാരണ അങ്ങനെ കാണുന്നുള്ളൂ ഒരു മേജർ ബ്രേക്ക് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് എടുത്തിട്ട് ഒരു റിക്കവറിയാണ് ഞാൻ അങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് കണ്ടപ്പോൾ ഇതെന്ത് ശരിക്കും ഞാൻ ഒന്നുകൂടി എടുത്ത് നോക്കുകയായിരുന്നു. വെരി എന്താ പറയുക, പോർട്ട്ഫോളിയോ ഒക്കെ അത്യാവശ്യം. ഇന്നലെ മന്ത്ലി എക്സ്പയറി, വ്യാഴാഴ്ച മന്ത്ലി എക്സ്പയറി കഴിഞ്ഞു. മന്ത്ലി എക്സ്പയർ വരെ ലാസ്റ്റ് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നോക്കുകയാണെങ്കിൽ എൻ്റെ ഇടയിൽ ഒരു സൗദി ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിനെ കയറ് കെട്ടിപ്പിടിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. അത് 1 ഇഞ്ച് പോലും താഴത്തോട്ട് പോവരുത് എന്നുള്ള ഹ്യൂജ് പ്ലേയേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് മാർക്കറ്റിനെ അതിനു മുമ്പേ പൊട്ടേണ്ട മാർക്കറ്റിനെ പിടിച്ച് നിർത്തുകയായിരുന്നു എക്സ്പയറി വരെ. അതുകൊണ്ടാണ് എക്സ്പയറി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ RBI ഫണ്ട് ഇഞ്ചെക്ട് ചെയ്യുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി US നിന്ന് വലിയൊരു നെഗറ്റീവ് ന്യൂസുകൾ, അതായത് US എന്താണ് നടക്കുന്നത്, ട്രംപ് ഓരോ ദിവസം ഓരോ കാര്യമല്ലേ വിളിച്ച് പറയുന്നത്. അപ്പോൾ ട്രംപ് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു ഭീഷണി എന്നുള്ളതിലേക്ക് അമേരിക്കൻ മാർക്കറ്റിൽ വലിയൊരു കറക്ഷൻ വന്നത് തീർച്ചയായിട്ടും. IT പല സ്റ്റോക്കും വളരെ പെർഫെക്റ്റ് അട്രാക്റ്റീവ് വാല്യൂഷനിലാണ് നടക്കുന്നത്. പല തകർപ്പൻ സ്റ്റോക്കുകളും അതെ. എനിക്ക് തോന്നുന്നു കൊറോണ സമയത്തുള്ള വാല്യൂഷനിലൊക്കെ പോയി, ഞാൻ പ്രൈസ് അല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് വാല്യൂഷനെ കുറിച്ചിട്ടാണ്. വാല്യൂഷനിൽ കിടക്കുന്നുണ്ട് നല്ല തകർപ്പൻ എൻട്രീസൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കി വയ്ക്കാം. പക്ഷെ ഇതൊരു ഓപ്പർച്യൂണിറ്റി. ഇനി മുതൽ ഞാൻ പറയും നിങ്ങൾക്ക് എന്താ പറയുക, ചാടിക്കേറി മൊത്തം ബൈ ചെയ്യുകയല്ല, നല്ല സ്റ്റോക്കുകളെ പിക്ക് ചെയ്യാനും വളരെ ഗ്രാജുവലി ഇഷ്ടംപോലെ സമയം കിട്ടും. ഈ തവണത്തെ റിക്കവറി കൊറോണ റിക്കവറി പോലെ ക്വിക്കാകും എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചു വരാൻ നല്ല സമയമെടുക്കും. ഗ്രാജുവലി റൗണ്ട് ബോട്ടം സ്ട്രക്ചറൊക്കെ മേക്ക് ചെയ്ത് വളരെ സ്ലോലി തിരിച്ചു വരുള്ളൂ. അതുവരെ ഇവിടെ പിടിച്ചു നിൽക്കുന്നവർക്കായിരിക്കും അങ്ങനെ വരവില്ല. ഗ്രാജുവലി മാർക്കറ്റിന് വളരും. അത് കൊറോണയിലൊക്കെ തിരിച്ചു വന്ന വഴി ക്വിക്ക് റിക്കവറി ഉണ്ടാവില്ല. ഗ്രാജുവലി മാർക്കറ്റ് വരും. പക്ഷേ കുറച്ചുകൂടിയൊക്കെ ഞാൻ കറക്ഷൻ തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഇത് ഒരറ്റം പൊട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫർദർ ഫാൾ ക്ലൈമാക്സ് മൂവ്മെൻറ്റ്സ് ഒക്കെ വന്നേക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ വളരെ ഇമ്പോർട്ടൻറ്റ്, ഇപ്പോഴും ബൈ ഓൺ ഡിപ്പ് സജഷൻസ് പല ഗ്രൂപ്പുകളിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം റീറ്റെയിലേഴ്സ് ഇപ്പോഴും ഭയങ്കര കോൺഫിഡൻറ്റിലാണ്. ഈ കോൺഫിഡൻസ് കളഞ്ഞാലേ റിക്കവറി ഉണ്ടാകുള്ളൂ എന്നാണ്. അതായത് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എല്ലാ സ്റ്റോക്കും സെല് ചെയ്ത് തീർന്ന് റീറ്റെയിലേഴ്സ് ഇട്ടിട്ട് പോകണം, വീക്ക് പ്ലേയേഴ്സ് ഇട്ടിട്ട് പോകണം. അതല്ലേ ഒരു കറക്ഷൻ്റെ അവസാനം. ഈ കറക്ഷൻ മാർക്കറ്റിനെ അതിജീവിക്കുന്നവരെ നിലനിൽക്കുള്ളല്ലോ. ഇവരിട്ട് കോൺഫിഡൻസ് കളയിക്കണം, പേടിപ്പിക്കണം. ഇങ്ങനത്തെ ഒരു 2-3 മൂവ്മെൻറ്റ് വന്നാലല്ലേ ആളുകൾ പേടിക്കൂ. സത്യം.
റൈറ്റ് 400 പോയിന്റ്. ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കുക 22,000 സപ്പോർട്ട് എടുക്കും. 22,000 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് ഇവിടുത്തെ എന്താ പറയുക 21,800, 21,200, 21 ബ്രേക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ ഒരു അന്ന് ഇലക്ഷൻ ഡേറ്റിൽ ലോ വന്നതുപോലും ചിലപ്പോൾ പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വരാം. ഞാനൊക്കെ സെപ്റ്റംബറിൽ നമ്മൾ കുറച്ച് സ്റ്റോക്ക് ബുക്ക് ചെയ്ത് മാറിയതിന് ശേഷം നമ്മുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ റെഗുലർലി ആഡ് ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതുവരെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അതായത് ക്ലൈമാക്സ് ആവട്ടെ, ജസ്റ്റ് റിക്കവറി കാണിക്കട്ടെ. പക്ഷെ അത് ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഫണ്ട് ഇവിടെ ഇരിക്കണം. ആഡ് ചെയ്യാനായിട്ട് ഇതുവരെ ഒരു ധൃതിയും കാണിക്കേണ്ട ആവശ്യമില്ല. റിക്കവർ ചെയ്ത് ഗ്രാജുവലി നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവരോടും അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. മാർക്കറ്റ് റിക്കവർ ചെയ്യട്ടെ, എന്നിട്ട് ഗ്രാജുവലി നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം ഇന്ന് മാർക്കറ്റിൽ ഇത്രയും വലിയൊരു ഫാൾ വരാൻ, ഞാൻ ആദ്യത്തെ കാര്യം പറഞ്ഞ ഒരു US നിന്ന് വന്ന വലിയൊരു ഫാള്. രണ്ടാമത് നമ്മുടെ GDP ഡാറ്റ വരാനുണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരം വലിയ കുഴപ്പമില്ലാത്ത ഡാറ്റയാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കുറച്ച് മെച്ചമുള്ള ഒരു ഡാറ്റ വന്നിട്ടുണ്ട്. പിന്നീട് ഒരു പ്രത്യേകത നമ്മൾ സംസാരിക്കേണ്ടത്, US വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടാക്സ് കുറച്ച് കൊടുക്കുമോ, US കമ്പനികൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 10%, 50% ഒക്കെയുള്ള താരിഫുകൾ കുറച്ച് കൊടുത്താൽ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ കോമ്പറ്റീഷൻ US കമ്പനികളിൽ നിന്ന് നേരിടേണ്ടി വരും. ഇത് നമ്മുടെ കമ്പനിയുടെ ഏണിങ്സിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഒരു ഫാൾ വരാനുള്ള ഒരു പ്രധാന കാരണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈന വളരെ അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിലൊക്കെ നമ്മൾ സംസാരിച്ചാണ്. ചൈനീസ് ഗവൺമെൻറ് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നു. അവിടെ കുറച്ചുകൂടി ഒരു മുതലാളിത്ത വ്യവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറി വരുന്നതിൻ്റെ ഒരു സൂചന. അവർ കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കാണുകയുള്ളൂ. ഇപ്പോൾ ആൾക്കാർ തിരിച്ച് ചൈനയിലോട്ട് പലരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇതുകൂടാതെ ഇന്നത്തെ ഏറ്റവും വലിയ സംഭവം, ഇന്ന് MSCI റീബാലൻസ് നടന്നു എന്നുള്ളതാണ്. അതായത് മോർഗൻ സ്റ്റാൻലി ഇൻഡെക്സിൻ്റെ റീബാലൻസ് നടന്നു. അപ്പോൾ അവിടെ പല മേജർ സ്റ്റോക്കുകളും സെൽ ഓഫ് ചെയ്ത് പല സ്റ്റോക്കുകളും ആഡ് ചെയ്ത് ഇതിൻ്റെ ഒരു ഡിമാൻഡ് സപ്ലൈ വ്യതിയാനം കൂടി ഇന്നത്തെ മാർക്കറ്റിൽ വന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് റൗണ്ട് ബിഗ് ഫാൾ വരാതിരുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു 2:30-ക്ക് ശേഷം മാർക്കറ്റ് പിന്നെ ഒരു പക്ഷേ താഴത്തോട്ട് പോയേനെ എന്നാണ്. ഇൻഡെക്സ് എനിക്ക് കുറച്ച് നല്ല സ്റ്റോക്കുകൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെ ആ ലിസ്റ്റ് നമ്മൾ പറയാം. MSCI ഇൻഡെക്സ് ഡൊമസ്റ്റിക് ഇൻഡെക്സിലോട്ട് കുറച്ച് സ്റ്റോക്കുകളെ മേജറായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. MSCI ഗ്ലോബൽ ഇൻഡെക്സിൽ 2 പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണുള്ളത്. ഒന്ന്, അദാനി ഗ്രീൻ എനർജീനെ റിമൂവ് ചെയ്തുകൊണ്ട് ഹുണ്ടായി മോട്ടോഴ്സിനെ ആഡ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടുത്തെ അത്രയും വലിയൊരു കമ്പനി ആയതുകൊണ്ട് അവരെ ആഡ് ചെയ്തു. കാരണം അത്ര ഹൈ വാല്യൂഷനിൽ ലിസ്റ്റ് ചെയ്തവർ ഇപ്പോൾ ഇത്ര ഒരു നല്ല ലോ വാല്യൂഷനിൽ എത്തി. മാത്രമല്ല അവരൊരു വലിയ കമ്പനിയാണ് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, MSCI ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻഡെക്സിലോട്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇന്ത്യൻ ഡൊമസ്റ്റിക് ഇൻഡെക്സ്, MSCIയുടെ ഡൊമസ്റ്റിക് ഇൻഡെക്സിലോട്ട് എന്തൊക്കെ ചേഞ്ചസ്, നമുക്ക് കുറച്ച് വലിയ നെയിംസ് ഈ ഒരു ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. പല സ്റ്റോക്കുകളും റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഫക്റ്റീവായിട്ട് പല അടിപൊളി നെയിംസും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് V2 റീറ്റെയിൽ, സഗിൽ പ്രീപെയ്ഡ്, ഇത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സ്റ്റോക്ക് തന്നെയാണ്. സഗിൽ പ്രീപെയ്ഡ്, ഒല ഇലക്ട്രിക്കൽ മൊബിലിറ്റി ലിമിറ്റഡ്, ഇതൊക്കെ കാർ ട്രേഡ്, ജ്യോതി CNC, മനോരമ ഇൻഡസ്ട്രീസ്, സുന്ദരം, നുവ ബൂപ്പ, ഇതൊക്കെ പുതിയ അഡീഷൻസ് ആണ് വന്നിരിക്കുന്നത്. നമ്മൾ ഡിലീഷൻസ് നോക്കുകയാണെങ്കിൽ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള കുറച്ച് ലിസ്റ്റുകളുണ്ട്. ഇത്തരമുള്ള ഒരു കുറച്ച് കമ്പനികളെ റിമൂവ് ചെയ്തിട്ടാണ് കുറച്ച് നല്ല കമ്പനി. എനിക്കിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് നെയിംസാണ് ഞാനിവിടെ വായിച്ചത്. വേറെയും സ്റ്റോക്കുകളുണ്ട്. ഇതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന MSCI റീബാലൻസ് ഒന്നുമില്ലാതെ ഈ വാല്യുവേഷനിൽ അവർ ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മുടെയും പോർട്ട്ഫോളിയോയിൽ നിങ്ങൾ ചെയ്യേണ്ടത്, പലരുടെയും പോർട്ട്ഫോളിയോ ഡൗൺ ആയിരിക്കും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന അദാനി ഗ്രീൻ എനർജി പോലും പലരുടെ കയ്യിൽ ഒത്തിരി ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ വാല്യൂ ബേസ് ചെയ്ത് റീബാലൻസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കേണ്ടത്. മാർക്കറ്റിൽ നാളെ മുതൽ ഒരു V ഷേപ്പ് റിക്കവറി വരുന്നൊന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. റീറ്റെയിലേഴ്സ് എല്ലാവരും ഇപ്പം റിക്കവർ ചെയ്യും എന്നുള്ളൊരു കൺസെപ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല. ഇത് പോർട്ട്ഫോളിയോ റെഡ് ആവുന്നു, 50%, 60% ലോസ് വരും, നമ്മുടെ ക്യാപിറ്റലാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പോർട്ട്ഫോളിയോ നോക്കരുതെന്ന് പറഞ്ഞാലും നമ്മുടെ മൈൻഡിൽ നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെന്താ ചെയ്യേണ്ട സുനിൽ? അതാണ് നമുക്ക് ഇവരോട് പറയാനുള്ളത്. ഒന്നാമത് ഈ മാർജിൻ ട്രേഡൊക്കെ എടുത്ത ആൾക്കാർക്കുടെ കേസാണ് ശോകം. അവർക്കൊന്നും ചെയ്യാനില്ല. നമ്മളത് പറയാറുണ്ടായിരുന്നു, അതൊന്നും ചെയ്യരുതെന്നുള്ളൊരു അഡ്വൈസ് നമ്മൾ ഇപ്പോഴും കൊടുക്കാറുണ്ട്. ഞാൻ പറയുന്നത്
ഒത്തിരി ബ്രോക്കേഴ്സ് പുതിയതായിട്ട് മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി ഇൻക്ലൂഡിങ് സെറോദ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ പലർക്കും വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവരൊക്കെ പെട്ടു, അതിനകത്തൊന്നും ചെയ്യാനില്ല. പക്ഷേ നിങ്ങൾ മാർജിനൊന്നും ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ പാനിക് ആകണ്ട. കുറേ സ്റ്റോക്കുകളൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. എന്നാലും നിങ്ങളുടെ വാല്യുവേഷൻ വെച്ചിട്ട് കൃത്യമായിട്ട് റീബാലൻസ് ചെയ്യാനായിട്ട് പറ്റുക. നല്ല വാല്യുവേഷനുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തുക. എനിക്ക് തോന്നുന്നു സ്റ്റോക്കിൻ്റെ വാല്യുവേഷനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും സിമ്പിളായിട്ട് പരിപാടി, ഒന്ന് ഡെപ്റ്റ് ഉണ്ടാവാത്ത കമ്പനികൾ, മറ്റൊന്ന് നല്ല ക്യാഷ് ബാലൻസ് ഉള്ള കമ്പനികളെ ചൂസ് ചെയ്യുക. ഈ പറയുന്ന പ്രൊമോട്ടർ, ആ ഇൻഡസ്ട്രി എന്താണെന്ന് മനസ്സിലാക്കുക. പ്രൊമോട്ടർക്ക് ഹോൾഡിങ്സ് ഉള്ള, പ്രൊമോട്ടർക്ക് അതിനെ വളർത്താൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ള കമ്പനികൾ, ഇന്ത്യയിൽ ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള കമ്പനികളെ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് ഐഡൻറ്റിഫൈ. ഇപ്പോൾ MSCI റീബാലൻസ് ചെയ്ത പുതിയതായിട്ട് അഡീഷൻ വന്ന സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പല സ്റ്റോക്കുകളും ഈ കാറ്റഗറിയിലാണ്. ഇതാണ് കേസ് സ്റ്റഡി. ഇതിനേക്കാൾ നല്ലൊരു കേസ് സ്റ്റഡി ഇല്ല അതിൻ്റെ അകത്ത്. കുറച്ച് നല്ല സ്റ്റോക്സിൻ്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് എന്നും കമൻറ്റാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് ഡയറക്റ്റ് പല നെയിംസും പറയാനുള്ള റീബാലൻസ് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ആണ്. അപ്പോൾ MSCI ചെയ്ത സ്റ്റോക്കുകളെ ചൂസ് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, പോർട്ട്ഫോളിയോയിലോട്ട് പിന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ ഒരു ബെയറിഷ്നെസ് സ്റ്റാർട്ട് ചെയ്ത് സെപ്റ്റംബർ, ഇതിപ്പോൾ മാർച്ച് ആയി 7 months ആയി ഈ ഒരു കണ്ടിന്യൂസ്ലി 5 months ബെയറിഷ്നെസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ റോക്കറ്റ് പോലെ പറഞ്ഞ സമയത്ത് കയറിയ ആളുകളുണ്ടാവും. അവർക്ക് ഒന്നാമത്തെ കാര്യം നോളജും കുറവായിരിക്കും. അവർക്ക് വളരെ അതാണ് എൻഡ് ഓഫ് ദ അല്ല, അങ്ങനെ ആൾക്കാർ വരും. അതാണ് എൻഡ് ഓഫ് ബുള്ളിഷ് മാർക്കറ്റ് എന്നുള്ളതാണ്. അതായത് ഏറ്റവും പീക്കിൽ കയറിയ ആൾക്കാർ ഏറ്റവും വീക്കർ ഹാൻഡ്സ് ആണ്. ഇതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സർവേ ചെയ്യത്തുള്ളൂല്ലോ. ഇവർ ഈ ഡൗൺ സൈഡിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് അടിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഗാംബ്ലിംഗ് ആണ്, സ്റ്റോക്ക് മാർക്കറ്റ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് വാല്യൂ നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയത്തില്ല, സ്റ്റോക്ക് എന്താണെന്ന് അറിയത്തില്ല, ആരൊക്കെയോ പറഞ്ഞ് കേട്ട് ആരൊക്കെയോ റെഫർ ചെയ്ത് ആ സ്റ്റോക്ക് മേടിച്ചു, ഈ സ്റ്റോക്ക് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് മേടിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇങ്ങനത്തെ ഇപ്പം ഇൻക്ലൂഡിങ് നമ്മുടെ ടോക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും മിസ്ഗൈഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമ്മളീ പറയുമ്പോൾ എന്തിനാണ് ഇവർ ഇരുന്നിട്ട് മാർക്കറ്റ് ബീറിഷ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കമൻറ്റ് സെഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ പേരിട്ട് അതെ, ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ബീറിഷ്നെസ് മാത്രം പറയുന്നതുകൊണ്ട് ആൾക്കാർ എന്നെ അങ്ങനെ വിളിച്ചു തുടങ്ങി തോന്നണേ. ഞാൻ ഇപ്പോഴും പറയുന്നു കറക്ഷൻ ഈസ് നോട്ട് ഓവർ എന്ന് തന്നെയാണ്. എനിക്കിത് പറയാൻ പറ്റും. മാർക്കറ്റ് ബീറിഷാണ് വരാൻ പോകുന്നെങ്കിൽ ബീറിഷ എന്ന് പറയുന്നതിൽ എന്തിനാണ് പഠിക്കുന്നത്? സുല്ലന്നെ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ, നമ്മളൊരു ലെവൽ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ബെയറിഷ്നെസ് പിടിച്ചിരിക്കില്ല, നമ്മൾ നമ്മുടെ വ്യൂ ചേഞ്ച് ചെയ്യും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ അങ്ങനെ ഒരു വ്യൂ ചേഞ്ച് ചെയ്യത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. ഇനിയും ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം, ഓൾറെഡി പല ആൾക്കാർക്കും ഇക്വിറ്റിയിൽ വലിയ ലോസ് വന്നിട്ടുണ്ട്. ഈ ഇക്വിറ്റിയിൽ ലോസിനെ അവർ ഫ്യൂച്ചർ വെച്ചിട്ടോ ഓപ്ഷൻ വെച്ചിട്ടോ പെട്ടെന്ന് റിക്കവർ ചെയ്യാം, പുട്ട് മേടിച്ചാൽ മതി എന്ന് വിചാരിച്ച് പുട്ട് മേടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കാര്യം കട്ട ഷോക്കാണ്. വലിയ ലോസ് ആയിരിക്കും നിങ്ങൾ മേടിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ ഒരു ലെവലിനേക്കാൾ കൂടുതൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നത് ആർക്കും ഇഷ്ടമല്ല. ഗവൺമെൻറ്റിന് ഇഷ്ടമല്ല, റിസർവ് ബാങ്കിന് ഇഷ്ടമല്ല, നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സിന് ഇഷ്ടമല്ല, മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ലെവൽ വിട്ട് താഴെ പോകുമ്പോൾ ഇവർ താങ്ങി നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. RBI എന്ത് ചെയ്യും? മണി ഇഞ്ചെക്ട് ചെയ്യും. മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യും? മണി പമ്പ് ചെയ്യും. ഗവൺമെൻറ് എന്ത് ചെയ്യും? പോളിസി റീസ്ട്രക്ചർ ചെയ്യും. അങ്ങനെ ഡൗൺ സൈഡ് പോകുന്ന മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ പോയിട്ട് നമ്മൾ പുട്ട് മേടിക്കുകയാണെന്ന് വിചാരിക്കും. ഇന്ന് വെള്ളിയാഴ്ചയാണ്, പുട്ട് മേടിച്ചാൽ തിങ്കളാഴ്ച ചിലപ്പോൾ വലിയൊരു ഗ്യാപ്പ് അപ്പായിരിക്കും, കണ്ടം വഴി ഓടേണ്ടി വരും. പക്ഷേ ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഇങ്ങനെയല്ല. മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഗവൺമെൻറ്റിന് ഇഷ്ടമാണ്, മ്യൂച്വൽ ഫണ്ടിന് ഇഷ്ടമാണ്, നമുക്കിഷ്ടമാണ്, എല്ലാവർക്കും ലാഭമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബുള്ളിഷ് മാർക്കറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി മുകളിലോട്ട് പോയും ബീറിഷ് മാർക്കറ്റിൽ വലിയ സ്വിങ്ങുകൾ ഉണ്ടായിട്ടേ താഴത്തോട്ട് പോവുള്ളൂ. അപ്പോൾ ചാടിക്കയറി പോയിട്ട് ഒരു നോളജും ഇല്ലാതെ ഇക്വിറ്റി ലോസ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുട്ട് മേടിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ഗതി അധോഗതിയാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശ്രദ്ധിക്കേണ്ടത് നല്ല സ്റ്റോക്കുകൾ, ലോസ് വന്ന സ്റ്റോക്കുകളും മോശമുള്ള സ്റ്റോക്കുകളും ഉണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റുക. ആ നഷ്ടമൊന്നും നിങ്ങൾ പ്രശ്നമാക്കണ്ട. ഇത് റൈറ്റ് വാല്യൂഷനിലാണ്, രക്ഷപ്പെടുന്നത്. ഇത് റൈറ്റ് വാല്യൂഷനിലാണ്. റൈറ്റ് വാല്യൂഷനിൽ നിൽക്കുന്ന നല്ല സ്റ്റോക്കുകളെ നൈസായിട്ട് പോർട്ട്ഫോളിയോയിൽ കുറച്ചായിട്ട് ആഡ് ചെയ്യാം. ഞാൻ പറയുന്നത് ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണം എന്നല്ല, പഠിച്ചോളൂ. കുറച്ചുകൂടിയൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് താഴെ പോവും. ക്വിക്കായിട്ടൊന്നും തിരിച്ച് കയറാൻ പോകുന്നുമില്ല. ഗ്രാജുവലി മാത്രമേ തിരിച്ചു വരുള്ളൂ. നോക്കി റീബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് തോന്നുന്നു മൺഡേ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡേ ആണ്. അതായത് 22 മിക്കവാറും ഗ്യാപ് ഡൗൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇതിനിടയിൽ ശനി ഞായറും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ എന്തെങ്കിലും ന്യൂസോ വന്നില്ല എങ്കിൽ ഗ്രാജുവലി
തിങ്കളാഴ്ച അത്ര വലിയ അല്ലെങ്കിൽ അടുത്ത ആഴ്ച മൊത്തത്തിൽ അത്ര വലിയതൊന്നും അത്ര എനിക്ക് ആരെങ്കിലും പുട്ടൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി നമുക്ക് പറയാലോ ഇത് തിങ്കളാഴ്ച രാവിലത്തെ കേസല്ലേ ഇനിയിപ്പോ ആർക്കും ട്രേഡ് നമ്മുടെ വീഡിയോ കൊണ്ട് ആർക്കും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. വളരെ ക്രൂഷ്യലാണ്. ഇവിടുന്ന് ഒരു ഷാർപ്പ് റിക്കവറി വരുമോ അതോ 22,000 എന്തായാലും ഒരു സൈക്കോളജിക്കൽ ലെവലല്ലേ. 23,000 ഒരു 4 പ്രാവശ്യം വന്നിട്ട് 23,000 ബ്രേക്ക് ചെയ്തു. 22,000 ചിലപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ഒറ്റയടിക്ക് പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ബൗൺസ് ബാക്ക് എടുത്തിട്ട് വീണ്ടും തിരിച്ച് വരാം എന്ന് വേണമെങ്കിലും സംഭവിക്കാം. ലെവലുകൾ റെസ്പെക്ട് ചെയ്യുക. തൊട്ടടുത്ത് താഴത്തുള്ള മേജർ സപ്പോർട്ട് 21,800 എന്ന് പറയുന്ന സപ്പോർട്ടാണ്. അതും ബ്രേക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ താഴത്തോട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. മാർച്ച് 1-ാം തീയതി ആവുന്നേ ഉള്ളൂ. അതെ, പിന്നെ Q4 റിസൾട്ടുകൾ വരുന്നത്, അതെ Q4 റിസൾട്ടുകൾ ആരും അത്ര നന്നായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ Q2 റിസൾട്ട് മുതൽ ഇത് പറഞ്ഞു തുടങ്ങിയതാണ്. Q3 നന്നായാൽ മാർക്കറ്റ് തിരിച്ചു കയറും. Q3 നന്നായില്ല, Q3 കഴിഞ്ഞു. ഇനി Q4 നന്നായാൽ മാർക്കറ്റ് തിരിച്ചു കയറും. Q4 നന്നാവട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു എന്താ പറയുക, ഒരു സാഡ് ഫേസിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. കാര്യം നമ്മൾ ചിരിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും വളരെ ശോകമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യുന്നവർക്കാണ്, അല്ലെ പേഷ്യൻസ് ഉള്ളവർക്കാണ് സ്റ്റോക്ക് മാർക്കറ്റ് കൈ നിറയെ കാശ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സിന് അടിപൊളി മാർക്കറ്റാണ്. സീരിയസ്ലി ഓപ്ഷൻ സെല്ലേഴ്സ് ചാക്കിൽ വാരി എടുക്കുകയാണ് കാശ്. കാരണം അത്രയും പ്രീമിയം ഉണ്ട്, അത്രയും ഈസി ഫോർ ഓപ്ഷൻ സെല്ലേഴ്സ്. സ്പൈക്കുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ 2-3 മാസമായിട്ട് സെല്ലേഴ്സിന്റെ ചാകര മാർക്കറ്റാണ്. സുനിലിന് ഇത്ര സന്തോഷം അല്ലേ? ഇന്നൊക്കെ കണ്ണും പൂട്ടി വേണമെങ്കിൽ നമുക്ക് കോൾസ്. ഞാനൊക്കെ കുറച്ചുകൂടി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്വിങ്ങിലായതുകൊണ്ട് എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് എനിക്ക് തോന്നുന്നു റീസെന്റ് ഞാൻ മറ്റേ സ്വിങ്ങിലാണെങ്കിൽ ഇപ്പൊ എൻട്രി എടുക്കാതിരിക്കുകയാണല്ലോ ചെയ്യുന്നത്. സ്വിങ്ങിന് വേണ്ടി നമുക്ക് ഇപ്പം ചെയ്യാനല്ലോ. സ്വിംഗ് ട്രേഡേഴ്സിന് ഇപ്പോൾ ഒരു ട്രേഡിംഗ് ഇല്ല. ബ്രേക്ക് ഔട്ട്സ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ പിടിക്കാറ്. വലിയ ബ്രേക്ക് ഔട്ട്സ് ഒന്നും വരുന്നില്ല. ട്രേഡേഴ്സ് പലരും ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഇവൻ്റെയൊക്കെ നടന്നപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ്, നമ്മുടെ മേജർ സ്വിംഗ് ട്രേഡേഴ്സ് ഒക്കെ 3-4 മാസമായിട്ട് ചുമ്മിരിക്കുക. അല്ല, അവർക്ക് എന്നെ പ്രശ്നം അതാണ് നല്ലത്. ഒരു പ്രശ്നമില്ല, അവർ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അവർ മേടിക്കും. അവർ ചിലപ്പോൾ ആ ഡിപ്പിൽ മേടിച്ച് ചിലപ്പോൾ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കുക. മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് തിരിയട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു നേട്ടത്തിലേക്കുള്ള ഒരു വേ ആയിട്ട് തന്നെയായിരിക്കും മാറുക. അപ്പോൾ എല്ലാവരും ഇത് എന്താ പറയുക, വളരെ പേഷ്യൻസോടുകൂടി ഇരിക്കുക. തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ചതിക്കില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അല്ല, ചതിയുടെ കേസൊന്നുമില്ലല്ലോ. ഇങ്ങനെ തന്നെയാണ്. നല്ല റൈറ്റ് വാല്യൂഷനിൽ നല്ല സ്റ്റോക്സ് ആഡ് ചെയ്യുക, ബുള്ളിഷ് മാർക്കറ്റിൽ നല്ല പ്രോഫിറ്റിൽ ഇരിക്കുക. ഇതാണ് ഇവിടുത്തെ സിസ്റ്റം. എപ്പോഴെങ്കിലും വന്നിട്ട് എന്നും മാർക്കറ്റ് മുകളിൽ പോകണം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. അപ്പോൾ മൺഡേ തീർച്ചയായിട്ടും ഒരു ക്രൂഷ്യൽ ഡേ ആണ്. അപ്പോൾ നമുക്ക് മൺഡേയിലത്തെ മാർക്കറ്റും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.